ഒരു പെണ്ണെ, അച്ഛന് ഇച്ചിരി ചായ ഇട്ട് കൊടുക്കണം, ഞാൻ അമ്പലത്തിൽ പോകും, നീ അച്ഛന് ചായ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ വരുമ്പോൾ ജോലിയും കഴിഞ്ഞ് അച്ഛൻ വരുമ്പോൾ അച്ഛന് ചായ ഇട്ട് കൊടുക്കണം. ഈ മരുമോള് പെണ്ണിനോട് ഞാൻ ഇത്രേ പറഞ്ഞു. ഈ പെണ്ണാണെങ്കിൽ ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞില്ല, ഇട്ട് കൊടുക്കത്തില്ലെന്നും പറഞ്ഞു. കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പോയി. ഞാൻ പോയി അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്ന് ഞാനിവിടെ നോക്കിയപ്പോൾ പാൽ അതുകൂട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പാലെടുത്ത് ഞാൻ ചായ ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ട് അവൾ ഇറങ്ങി വരും. ഞാൻ ചോദിച്ചു, നീ ഇത്രയും നേരം എണീറ്റില്ലയോടി? ഇല്ല. അപ്പോൾ അവിടെ വായിന്ന് വന്നത് എഴുന്നേറ്റില്ലെന്നല്ല അവൾ പറയുന്നത്, എനിക്കിപ്പോഴാണ് സൗകര്യം കിട്ടിയത്. ആ ഒരു രീതിയിൽ അവൾ എന്നോട് സംസാരിച്ചു. ഞാൻ അന്നേരം ചോദിച്ചു, ഇങ്ങനെയാന്നോടി എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അന്നേരം ചോദിച്ചതാണ്, ഇങ്ങനെയാന്നോടി സംസാരിക്കുന്നത്, ഇങ്ങനെയാന്നോടി എന്നിത്രയും ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ ഉടനെ അടുത്തത്, ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാം, അതല്ലെങ്കിൽ സാമ്പാർ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇവൾ അനങ്ങുന്നില്ല, ഇവൾ കല്ല് പോലെ കവിടിയിരിക്കുക. ഈ ചായയിൽ ഞാൻ ഇവൾക്ക് ഒഴിച്ചു കൊടുക്കാനൊന്നും പോലും, ഇവൾക്ക് വേണമെങ്കിൽ ഇവൾ ഒഴിച്ചു കുടിക്കട്ടെ. ഞാൻ ചായ എടുത്ത് ഒഴിച്ച് ഞാൻ കുടിച്ചിട്ട് 2 ദോശ എനിക്ക് വേണ്ടിയിട്ട് 2 ദോശ ഞാനുണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനും ഞാൻ പോയില്ല. 2 ദോശ ഉണ്ടാക്കിയിട്ട് പഞ്ചസാര ഇട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു, അമ്മയ്ക്ക് ഷുഗർ പിടിച്ച അമ്മ എന്തിനാ പഞ്ചസാര എടുത്ത് വെച്ച് തിന്നുന്നത്? അമ്മയ്ക്ക് എന്താ സാമ്പാറോ ചമ്മന്തിയോ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇവൾ അത്രയും നേരം ശ്വാസം പിടിച്ചിരുന്നു, അവൾ അന്നേരം അത് പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ പോട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തേങ്ങ തിരുമ്മി, പച്ചമുളകില്ലായിരുന്നു, ഞാൻ പറമ്പിൽ ചെന്നിട്ട് കാന്താരി എടുത്തുകൊണ്ട് വന്ന് അത് ചമ്മന്തി അരച്ച് കടുക് വറുത്ത് ചമ്മന്തി ഉണ്ടാക്കി. ഇവൾ അവിടെ ഇരിപ്പുണ്ട് അപ്പോഴെല്ലാം, ഇവൾ അനങ്ങിയില്ല. അന്നേരം ഇവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരി അടുപ്പിലോട്ടിടാം, ഇവിടെ ഇട്ടില്ല. ഞാനിതിനെ ഈ പെണ്ണെന്നെങ്കിൽ എന്തോ നോക്കിയിരിക്കും. ഇവക്കാണെങ്കിൽ അവൾക്ക് ആ അരി കലം ഇരിപ്പുണ്ട്, കലം കഴുകി വെച്ചേക്കും, ഇച്ചിരി വെള്ളം പൈപ്പിൽ നിന്ന് എടുത്ത് അടുപ്പൊന്ന് കത്തിക്കാമല്ലോ, ഇവിടെ നോക്കിയിരിക്കും. ഞാനൊന്നും അക്ഷരം ഞാൻ വേണ്ടിയില്ല. ഞാൻ ആ ദോശ തിന്നിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. മുറ്റം തൂത്തിട്ടില്ല. മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ ചൂലെടുത്തപ്പോൾ ഇവിടെ എന്നോട് ചോദിക്കുന്നു, അമ്മേ അരി അടുപ്പിലിട്ടുണ്ടായോ? ഇവളങ്ങനെ ചോദിക്കുന്നു. ഇവിടെ ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഒരു നല്ല കുഞ്ഞാണെങ്കിൽ നീ ചെയ്യത്തില്ല എന്തെങ്കിലും ഒന്നുകിൽ നീ അരി അടുപ്പയിലിടും, അതല്ലെന്നുണ്ടെങ്കിൽ നീ മുറ്റമൊന്ന് തൂക്കാമെന്ന് നീ പറയും. അത് ഞാനൊന്നും കഴിച്ചില്ല. നീ എന്തുകൊണ്ട് കഴിക്കുന്നില്ല? നിനക്ക് വേണമെങ്കിൽ കഴിക്കണം. അത് അമ്മ എനിക്ക് ദോശ തന്നില്ല. അപ്പം ആര് കേട്ടാലും അമ്മ അവൾക്ക് ദോശ കൊടുത്തില്ല, അങ്ങനെ ആക്കി വെച്ച്. ഞാൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ചുട്ട് തിന്നു, ഇവിടെ മാവിരിപ്പുണ്ട്, നിനക്ക് ചുട്ട് തിന്നാവില്ല, ചമ്മന്തി അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴത്തേക്കിന് ഇവള് കയറി അങ്ങ് പോയി. ഞാൻ വിചാരിച്ചു ഇവള് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഞാനൊന്നും വിടും. ഞാൻ പോയി മുറ്റം തൂത്തിട്ട് വന്ന് അരി അടുപ്പയിലിട്ട് അപ്പോഴത്തേക്കിന് മീൻകാരി വിളിക്കുന്നു. ഞാൻ മീൻ മേടിക്കാനായിട്ട് ഞാൻ പോയപ്പോഴത്തേക്കിന് ഇവിടെ വന്ന് ദോശയൊക്കെ എടുത്ത് തിന്നുന്നത് കണ്ടു. തിന്നുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്ത് ഞാൻ അത്ര കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ എല്ലാം നോക്കി എന്താ ചെയ്യണമെന്നറിയാതെ ഞാൻ പറഞ്ഞു, മീൻ കറി തന്നെ പോരാല്ലോ, എന്തെങ്കിലും ഒന്നുകൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ എല്ലാം ഒരു ചക്കയോ വല്ലതും എടുക്കാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ മുറ്റത്ത് നടന്ന് ഇവൾ ഫോൺ ചെയ്യുക. മുറ്റത്ത് ഇറങ്ങിയാണെങ്കിൽ ആ പറമ്പിലെല്ലാം ചുറ്റി നടന്ന് ഇവൾ ഫോൺ ചെയ്യും. ഇവളെന്തോ ഫോൺ ചെയ്യുവാന്ന് എനിക്കറിയില്ല. ഇവിടെ ഫോൺ ചെയ്യത്തല്ല അവിടെ കണ്ടപ്പോൾ എനിക്ക് അറിയത്തില്ല, എനിക്കങ്ങ് ദേഷ്യം. ഞാൻ എന്നൊന്ന് വിളിച്ചു. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ആരാണ്ടായിരുന്നെന്ന് തോന്നുന്നു ഫോണിനകത്ത്. ഇവിടെ പറഞ്ഞു, അമ്മേ എന്നെ ചീത്ത വിളിക്കാനായിട്ട് ഇതെൻ്റെ വിളിക്കുന്നത്, അവരോട് വിളിച്ചു പറഞ്ഞു. ഇവിടെ പറയുന്നു അല്ലെ എന്തൊക്കെയോ പറയാനായിട്ടാണ്. ഞാൻ പറഞ്ഞു, ചീത്തയാണെങ്കിൽ ചീത്ത തന്നെ, നിനക്കിവിടെ നിൽക്കാൻ കേട്ടി എനിക്കൊരു കൈസഹായം വേണ്ടേ? ഏത് മനുഷ്യനാണെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടത്തിനൊന്ന് ചെയ്യണ്ടേ എന്തെങ്കിലും. ഇവൾക്കത് ചെയ്യാൻ വയ്യ. ഇവളാണെങ്കിൽ
എനിക്ക് പനി പിടിച്ചിരിക്കുക, പനി പിടിച്ചിരുന്നത് എനിക്ക് വയ്യ. പനി പിടിച്ചിരുന്ന് ഞാൻ ജോലി ചെയ്യുക, ജോലി ചെയ്ത് ഇങ്ങനെ എടുത്തും പിടിച്ച് ഈ പെണ്ണൊക്കെ കാണിക്കുന്നത്. ഞാനൊന്നും മിണ്ടാൻ പോകത്തില്ല. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ പരസ്പരം മിണ്ടത്തില്ല. അവനെ ജോലിക്ക് വിട്ടേക്കുമല്ലോ, അവനെ ഇനി വിളിച്ചിഞ്ഞ് വരുത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനതിനൊന്നും പറയാനൊന്നും പോയിട്ടില്ല. അവരുടെ ഇഷ്ടം. ജോലിയില്ലാതെ അവനിഞ്ഞ് വരുവാന്നുണ്ടെങ്കിൽ ഈ പോളിസി ഞാനങ്ങ് നിർത്തും. എനിക്ക് പറ്റത്തില്ല. അവനും അവൾക്കും കൂടി ഇനി ചിലവിന് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വേറെ ഒരു വീടെടുത്ത് വാടകയ്ക്ക് താമസിച്ചു, ഒരു കുഴപ്പവും ഇല്ല. ഞാൻ പറഞ്ഞു വീടെടുത്ത് വേറെ വാടകയ്ക്ക് അങ്ങനെ താമസിക്കുക എന്നാണ് ഞാൻ ചിലവിന് കൊടുക്കാൻ പറ്റുമോ? ചിലവിന് കൊടുക്കുന്നത് തന്നെ എന്നെങ്കിൽ പോട്ടെ, നമ്മൾ ചിലവിനെടുക്കുക. എന്തെങ്കിലും കൂടെ എനിക്കൊന്ന് ചെയ്തു തരുമോ? ഞാനിപ്പോഴും അവിടെ തുണി ഞാൻ അവൾക്ക് കഴുകി കൊടുക്കണമെന്ന് എവിടെ നടക്കും ഇത്? നിങ്ങൾ പറ. മരുമോളുടെ തുണി അമ്മായിയമ്മ കഴുകി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കഴുകത്തില്ല, അവൾ കൂട്ടി അവിടെ വെച്ചിരിക്കും ആ തുണി. നിങ്ങൾ കേൾക്ക്, ഇതൊക്കെ എവിടെ നടക്കും? ഇതൊക്കെ ന്യായമുള്ള കാര്യങ്ങളാണോ? പറ, ന്യായമാണോ ഇത്? എനിക്കിതിൽ കൂടുതലൊന്നും പറയാൻ വയ്യ. ഞാൻ പറഞ്ഞ് മടുത്ത്. ഇതിനൊരു മനുഷ്യരൊരു കാര്യം ഈ പെണ്ണിനെ ഒന്ന് ഉപദേശിച്ച് വിടാനോ എന്തെങ്കിലും ഒന്ന് പറയാൻ ആർക്കും വയ്യ. ഇവർ പറയുന്നുണ്ട്, അയ്യോ ആ കൊച്ചിനെ ഇട്ട് പോരുകയാണ്, ഇവർ പോരെടുക്കുക. ആയിക്കോട്ടെ, പോരെടുത്തോട്ടെ, സത്യമായി ഞാൻ പോരെടുക്കും. അല്ലെങ്കിൽ അവൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. എനിക്ക് ഇങ്ങനെ എന്നും പറഞ്ഞ് ഈ പെണ്ണിനോട് മുഷിയാൻ എനിക്ക് വയ്യ. ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്നുണ്ട് തീരുമാനം. എനിക്കിതൊന്നും പറയാൻ വയ്യ.